നമുക്കൊക്കെ അറിയാം വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പല കാര്യങ്ങൾ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ഒരുപക്ഷെ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും, കുട്ടികൾ പഠിക്കുമ്പോഴായിരിക്കും. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് നല്ല വെളിച്ചത്തിലാണ്. പക്ഷേ എപ്പോഴാണ് കറണ്ട് പോകുക എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് പല സ്റ്റുഡിയോകളിലും നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് കറണ്ട് പോവുകയാണ്. എ ഡി തോമസ് കോൺഗ്രസിന്റെ MLA ഇരിക്കുന്നിടത്ത് കറണ്ട് പോവുകയാണ്. അങ്ങനെ അവരൊക്കെ ആ സമയത്ത് കറണ്ട് പോയെന്ന് പറയുമ്പോൾ ഒരു ജാള്യതയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവരുടെ സർക്കാരല്ലേ ഭരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വാർത്ത വായിക്കുന്ന സമയത്ത് ഇത്തിരി വെളിച്ചമൊക്കെ ഉണ്ട്. ഞാനുകൊണ്ട് സേഫായിട്ട് ഇവിടെ ഒരു റാന്തൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരുട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നൊരു പ്രശ്നമുണ്ടല്ലോ. പോയി എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് പക്ഷേ കാര്യങ്ങൾ പറയണം. അതാണ് നമുക്ക് അങ്ങനെ ഒരു സേഫ്റ്റി പാലിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എവിടെയും നമ്മളിങ്ങനെ പോകുന്നിടത്തേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചമൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇരുട്ടിലാണോ കേരളം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇരുട്ടിലാണ്, അല്ലെങ്കിൽ എപ്പോൾ ഇരുട്ട് വീഴും എന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിരിക്കുന്നതാണ്. ഒരു നിമിഷം വെളിച്ചം ഒന്ന് അണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ മാറും എന്നതാണ് അവസ്ഥ. വീടുകൾ മാത്രമൊന്നുമല്ല, ആശുപത്രികൾ മുതൽ വ്യവസായശാലകൾ വരെ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാകും. 10 വർഷക്കാലം കറണ്ടുകട്ട് ശീലമില്ലാതിരുന്ന മനുഷ്യർ ആരെ പഴിക്കുമെന്നറിയാതെ ഇരുട്ടത്തു നിൽക്കുകയാണ്. പോയ സർക്കാരിനെ പുതിയ സർക്കാരും, പുതിയ സർക്കാരിനെ പഴയ സർക്കാരും പഴി പറയുന്നുണ്ട് മുറയ്ക്ക്. വ്യക്തമായി പറഞ്ഞാൽ എന്താ പ്രശ്നം, എന്താ കാര്യം, എപ്പോ തീരും, എത്ര കാലം ഉണ്ടാകും? ഇതൊരുമാതിരി കുറച്ച് കറണ്ടുണ്ട്, വേണമെങ്കിൽ തരാം എന്നൊരു ഭാവമാണ് അധികൃതർ ഇപ്പോൾ വെച്ചു പുലർത്തുന്നത്. അധികൃതർ പറയുന്നില്ലെങ്കിലും ശരി, നമുക്ക് ആ കാര്യങ്ങൾ എന്താണ് എന്നത് നോക്കണം. ആദ്യം കേരളത്തിന്റെ വൈദ്യുതിയുടെ യാത്ര നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ വൈദ്യുതിയും കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതൊന്നുമല്ല. ആ കണക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഈ സാധനം ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കാം. അപ്പൊ എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാം. സംസ്ഥാനത്തിന്റെ സ്വന്തം ഉൽപാദനവും പുറത്തുനിന്നുള്ള ലഭ്യതയും ചേർന്നാണ് ഓരോ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വൈദ്യുതി എത്തുന്നത്. അതുകൊണ്ട് നമുക്കതിന്റെ വിവരങ്ങൾ കൂടി പരിശോധിക്കാം. ആ വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കേരളത്തിന്റെ സ്വന്തം ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിക്കൊപ്പം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന വിഹിതം, വിവിധ കമ്പനികളുമായുള്ള ദീർഘകാല കരാറുകൾ, ആവശ്യമെങ്കിൽ വൈദ്യുതി കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതി, കൂടാതെ സൗരോർജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ, ഇതെല്ലാം ചേർന്നാണ് സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നത്. അതായത് കേരളത്തിന്റെ വൈദ്യുതി സംവിധാനം ഒരു സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നതല്ല, പല സ്രോതസ്സുകളിലൂടെയും ഒരു സംയോജനമാണ് എന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. ജലവൈദ്യുതി, കേന്ദ്രവിഹിതം, ദീർഘകാല കരാർ, വൈദ്യുതി കമ്പോളത്തിൽ നിന്ന് വാങ്ങുന്നത്, സൗരോർജം, ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ ദിവസവും മുന്നിലോട്ട് പോകുന്നത് എന്നതാണ്. കേരളത്തിന്റെ വൈദ്യുതി മേഖല ഈ സംവിധാനത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നോക്കൂ, ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉപഭോഗം എന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഡിമാൻഡ് എത്തിയിരിക്കുന്നു. നേരത്തെ MG രാജമാണിക്യം പറഞ്ഞതിൽ ആദ്യത്തെ കാര്യം ഡിമാൻഡ്. ഓരോ ദിവസവും സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത ഉയരുകയാണ് എന്നതാണ് പ്രധാനം. പ്രത്യേകിച്ച് വൈകുന്നേരം ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തും രാത്രിയിലുമാണ് ഒരേ സമയം ലക്ഷക്കണക്കിന് ഉപകരണങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നത്. ആ സമയത്താണ് വൈദ്യുതി സംവിധാനത്തിന് ഏറ്റവും വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നത് എന്നതുകൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡിമാൻഡ് ഇങ്ങനെ കൂടുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മഴക്കാലമായിട്ട് പോലും സംസ്ഥാനത്ത് ഉയരുന്ന താപനില ഒരു വലിയ പ്രശ്നമാണ്. അതിനൊപ്പം വർദ്ധിക്കുന്ന AC-കളുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനം. രാത്രി ഒന്ന് ഉറങ്ങുന്ന സമയത്ത് ഇത്തിരി മഴയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ പിന്നീട് ചൂട് കൂടുകയാണ്. അതുകൊണ്ട് AC ഉപയോഗിക്കാതെ രക്ഷയില്ല എന്നൊരവസ്ഥ വരികയാണ്. വ്യവസായങ്ങളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ ഉപഭോഗം വരുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വർദ്ധിച്ച ഉപയോഗം വരുമ്പോൾ വലിയ തോതിലുള്ള ലോഡ് ആവശ്യമായി വരും. വൈദ്യുതി ആവശ്യകത ഇതിനൊക്കെ ഉയർത്തിക്കാണ്. ഇതിനോടൊപ്പം വൈകുന്നേരം 6 മണി മുതൽ രാത്രി വരെ രൂപപ്പെടുന്ന പീക്ക് ലോഡാണ് വൈദ്യുതി വിതരണ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം. കാരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വാങ്ങുന്നതുമായ വൈദ്യുതി അതേ സമയത്ത് തന്നെ വിതരണം ചെയ്യേണ്ടി വരുന്നു എന്നതാണ് ആ പ്രശ്നം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന് AC ഉപയോഗം, വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി, വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി, രാത്രിയിലത്തെ ഏറ്റവും കൂടിയ ഈ ഉപകരണങ്ങളുടെ മുഴുവനും ഉപയോഗം കൂടി വരുന്നു എന്നതാണ്. ഡിമാൻഡ് കൂടുന്നു, പക്ഷേ സപ്ലൈയുടെ സ്ഥിതി എന്താണ് എന്നതുകൂടി നമുക്ക് നോക്കാം. സപ്ലൈയുടെ സ്ഥിതി സംബന്ധിച്ച കണക്കുകൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണതാ. ഡിമാൻഡ് കൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയാം. സപ്ലൈ പക്ഷേ അത്ര പോരാ. ആവശ്യം കുതിച്ചുയരുമ്പോൾ ലഭ്യമായ അതേ വേഗത്തിൽ ഈ പറയുന്ന സപ്ലൈ ഉയരുന്നില്ല എന്നതാണ്. പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വില മാറാം, ലഭ്യത കുറയാം, പ്രസരണ സംവിധാനങ്ങൾക്കും പരിമിതികളുണ്ട്. ഇതെല്ലാം ചേർന്നാൽ വൈദ്യുതി വിതരണത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും നിയന്ത്രണങ്ങൾ അനിവാര്യമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഡിമാൻഡിനെ കുറിച്ചും സപ്ലൈയെ കുറിച്ചും അപ്പൊ നമ്മൾ പറഞ്ഞു, ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അപ്പോൾ പിന്നെ പ്രതിസന്ധിക്ക് കാരണം എന്താണ്? ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് ഉപഭോഗം കൂടി, ലഭ്യത കുറഞ്ഞു,
മഴ കുറഞ്ഞു എന്നത് വലിയൊരു കാര്യമാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങൾ തരുന്നതും അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടതുമായ വൈദ്യുതിയുടെ പ്രശ്നം കൂടിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. വൈദ്യുതി ഉപയോഗം തുടർച്ചയായി വരുന്നു, ആവശ്യത്തിനനുസരിച്ചുള്ള ലഭ്യത എല്ലാ സമയത്തും ഉറപ്പാക്കാൻ കഴിയുന്നില്ല, മഴ കൂടുമ്പോൾ അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നു, അതോടെ ജലവൈദ്യുതി ഉൽപ്പാദനവും കുറയുന്നു. 4മത്തേത് കേരളം വലിയ തോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിക്കുന്നതിനാൽ അവിടുത്തെ സാഹചര്യങ്ങളും സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യതയെ നേരിട്ട് ബാധിക്കുന്നു. അവർക്കുണ്ടെങ്കിലേ അവർ നമുക്ക് തരികയുള്ളൂ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മളെ വീട്ടിൽ നമ്മളൊരു സ്വിച്ച് അമർത്തുമ്പോൾ മറുവശത്ത് എത്ര വലിയൊരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. സ്വിച്ച് അമർത്തുമ്പോൾ വെളിച്ചം തെളിയുമെന്ന വിശ്വാസമാണുള്ളത്. അതാണ് ഈ വൈദ്യുതി മേഖലയ്ക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തൽക്കാലം ഈ റാന്തല് ഒക്കെ മാറ്റി വെച്ചിട്ട് സ്വിച്ച് ഇട്ടാലെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്ന് സ്വിച്ച് ഇട്ട് നോക്കാം. യെസ്, അതാണ് ഇപ്പം ഇങ്ങനെ വരണം. നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് കറണ്ട് വരണം. നേരത്തെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന എം എം മണി പറഞ്ഞിട്ടുണ്ട് സ്വിച്ച് ഇട്ടാൽ കറണ്ട് വരുന്ന ഒരു സംവിധാനം എന്ന്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണമായി പറയുന്നതാണ്. മറ്റൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചൊക്കെ വിമർശനം ഉണ്ടായപ്പോഴൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് മറ്റു കാര്യങ്ങളോ ഇതൊന്നുമല്ല. സ്വിച്ച് ഇട്ടാൽ വൈദ്യുതി വരുന്നൊരു സംവിധാനമുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് കറണ്ട് കട്ടുണ്ടാകാതിരുന്നപ്പോഴാണ് അത്തരം വിശേഷങ്ങളൊക്കെ വന്നത്. പക്ഷേ ആ സർക്കാരിൻ്റെ അവസാന കാലത്ത് ഇലക്ഷന്റെ സമയമൊക്കെ ആയപ്പോഴത്തേനും ഒരു തവണ പവർ കട്ട് വരുന്ന സാഹചര്യമുണ്ടായി. അന്ന് മെഴുകുതിരി കത്തിച്ച് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ്സുകാരൊന്നും ഇപ്പോൾ സമരത്തിന് പോകുന്നില്ല. പക്ഷെ അതിന് പകരം അന്നത്തെ എതിരാളികൾ ഡിവൈഎഫ്ഐക്കാർ ഇപ്പോൾ സമരത്തിന് പോകുന്നുണ്ട്.